എന്റെ വാത്സല്യനിധിയായ എന്റെ പുത്രൻ വന്ന് എന്നെ വിളിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ മലപ്പുറത്തേക്ക് വന്നു. ആദ്യം മലപ്പുറം എന്ന് കേട്ടപ്പം അല്പം ഭയമുണ്ടായി. ഞാൻ ധരിച്ചിരുന്ന എന്താണെന്ന് പറയട്ടെ, ഞാൻ നായർ തറവാട്ടിൽപ്പെട്ടവളല്ലേ, എന്നെ നിങ്ങൾ അംഗീകരിക്കുകയില്ല എന്നൊരു തോന്നൽ എന്നെ നാട്ടുകാർ പറഞ്ഞ് ഭയപ്പെടുത്തി. പണ്ട് മാപ്പിളലകളെയൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട്. പക്ഷേ 79 വർഷം ഞാൻ പത്തനംതിട്ട ജില്ലയിൽ ജീവിച്ചിട്ട് അവിടെ നേടിയെടുക്കാൻ കഴിയാത്ത മാതൃനിർവിശേഷമായ ഒരു സ്നേഹം ഈ മലപ്പുറത്ത് നിന്ന് 3 വർഷം കൊണ്ട് എനിക്ക് കിട്ടി. ഇത് ഞാൻ സത്യമായിട്ട് പറയുന്ന കാര്യമാണ്. 82-കാരിയായ ഞാന് മലപ്പുറത്ത് ആത്മാർത്ഥതയോടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന വാക്കാണിത്. എനിക്ക് ഇങ്ങനൊരു സൽപുത്രനാണല്ലോ എന്റെ പ്രസാദുമോൻ, എന്റെ ഹരിമോൻ എന്നിപ്പോൾ ഞാൻ ദൈവത്തോട് നന്ദി പറയുകയാണ്. അവന് ഈ നാട്ടിൽ ഇത്രയും നല്ല ആളുകളുമായിട്ട് അവന് സഹകരിക്കാൻ കഴിഞ്ഞല്ലോ. എന്റെ മാനസപുത്രനാണ് എന്റെ ഷംസുമോൻ. എന്റെ ഷംസുമോൻ എന്നോട് പറഞ്ഞു, അമ്മയ്ക്ക് ഞങ്ങൾ ഒരു അവാർഡ് തരാൻ തീരുമാനിച്ചിരിക്കുക. എന്തിനാ മോനെ എനിക്ക് അവാർഡ്? ഞാൻ എന്ത് ചെയ്തു? വെറുതെ ഒരമ്മയാവുമോ? നമ്മൾ പറയാറില്ലേ, വെറും ഒരു നാരി പേറുകൊണ്ട് മാത്രം ചെറു ശിശുവിനു ജനയിത്രിയാകയില്ല, പൊറുതിയുമരുളയണം. അല്ല എന്നാകിൽ മറിച്ച് അവൾ മാതൃവേഷമാർന്നവൾ. അമ്മയുടെ വേഷം ധരിച്ച ഒരു സ്ത്രീയാകത്തേ ഉള്ളൂ. പ്രസവം കൊണ്ട് മാത്രം ഒരു സ്ത്രീ അമ്മയാകത്തില്ല. ആ കുഞ്ഞിനെ പോറ്റി വളർത്തണം. അങ്ങനെ ഞാൻ പോറ്റി വളർത്തിയതല്ലേ ഉള്ളൂ. മകനെ ജോലിക്ക് വിടുമ്പോൾ, അധ്യാപക വൃത്തിക്ക് വിടുമ്പോൾ, മലപ്പുറത്തോട്ട് വിടുമ്പോൾ അല്പവിഷമമുണ്ടായി. പക്ഷേ മക്കളെ ഞാൻ ഇന്ന് സത്യമായിട്ടും പറയുകയാണ്, അഭിമാനമായിട്ട് ഞാൻ പറയുവാണ്, എന്റെ മകൻ കാടിക്കുഴിയിലേക്കല്ല വന്നത്. ധാരാളം സുഹൃത്ത് ബന്ധങ്ങൾ അവന് നാട്ടിലെ പോലെ തന്നെ ഇവിടെയുമുണ്ട്. മക്കളെ ആഭിജാത്യമല്ല, കുടുംബമല്ല, സ്വത്തല്ല വലുത്, സ്നേഹമാണ്. ഇവിടെ ജാതിയില്ല, ഇവിടെ ജാതിയേ ഇല്ല, ഇവിടെ മതമില്ല. സത്യം ഞാൻ പറയുവാണ്, ഞാൻ ഇത്രയും ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എനിക്ക് കോട്ടക്കുന്നിൽ നടക്കാൻ ചെന്നപ്പോ എന്റെ മോൻ പ്രഭാത സവാരിക്ക് എന്നെ കൊണ്ടുപോകും. അങ്ങനെ പ്രഭാത സവാരിക്ക് കൊണ്ടുപോയി കഴിഞ്ഞുള്ള ബന്ധമാണ് എനിക്ക്. ഞാൻ എല്ലാവരുടെ അമ്മയാണ്. എന്റെ മുമ്പിലിരിക്കുന്ന ശ്രീ ഉദയകുമാറിന്റെ വരെ അമ്മയാണ് ഞാൻ. എന്റെ ഷംസുമോൻ, എന്റെ പ്രിയപ്പെട്ട പുത്രൻ, എനിക്ക് ഓരോരുത്തരുടെയും പേരെടുത്തു പറയാൻ എന്റെ പ്രായം കൊണ്ട് എനിക്ക് ഓർമ്മ നിൽക്കത്തില്ല. എനിക്ക് ഒരുപാട് മക്കളുണ്ട് അവിടെ. എന്റെ മക്കള് എനിക്ക് ഈ തന്ന സ്നേഹം ജീവിതത്തിൽ ഒരിക്കലും ഞാൻ മറക്കത്തില്ല. കാരണം വളരെ നന്ദിയുണ്ട്. പിന്നെ ഇത്ര വലിയൊരു അംഗീകാരം കിട്ടത്തക്ക ഒരു ഇത് ഞാൻ ചെയ്തില്ല. ഞാൻ സ്വാർത്ഥിയാണ്. മക്കൾക്ക് വേണ്ടിയാണ് ചെയ്തിട്ടുള്ളത്. ഈ നാടിന് വേണ്ടി ഞാൻ ഒന്നും ചെയ്തില്ല. വാർദ്ധക്യമായി, ഇനി ഈ നാടിന് വേണ്ടി ഞാൻ എന്ത് ചെയ്യാനാ? എനിക്കാവുന്ന കാലത്ത് എന്റെ നാടിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. ഇത്രയും ഒരു അംഗീകാരം എനിക്ക് കിട്ടിയിട്ടില്ല 3 വർഷം കൊണ്ട്. 79 കൊല്ലം നേടിയെടുക്കാൻ കഴിയാഞ്ഞത് 3 വർഷം കൊണ്ട് നേടിയെടുത്തു. അതുകൊണ്ട് എന്റെ അഗൈതവുമായ എന്റെ കൃതജ്ഞത ഞാൻ എന്റെ പ്രിയപ്പെട്ട ഓരോ മക്കളുടെയും പേരെനിക്ക് ഓർമ്മയില്ല. എന്റെ പ്രിയപ്പെട്ട പൊന്നു മക്കൾ, എനിക്ക് അസ്മ, മുജീറ, എനിക്ക് അവരുടെയൊക്കെ പേരെടുത്ത് പറയാൻ ഓർമ്മയില്ല. രുക്യത്തിവി, അവരെയൊന്നും എന്റെ ജീവിതത്തിൽ ഹൃദയത്തിൽ നിന്നും മായാത്ത മക്കളാണ്. അവരെയെല്ലാം ഞാൻ ഈ സമയത്ത് അനുസ്മരിക്കുകയാണ്. ഹക്കിം, പേരെല്ലാവരുടെയും ഓർമ്മയില്ല. അതുകൊണ്ട് എല്ലാവരോടും എന്റെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ